بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الله سبحانه وتعالى നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയം അനന്തര സ്വത്ത് ഓഹരി വെക്കേണ്ട കണക്കുകളാണ്. അത് നമ്മൾ തിരഞ്ഞെടുത്തത് അർ-റഹബിയ എന്ന ചെറിയൊരു പദ്യസമാഹാരമാണ്. കഴിഞ്ഞ മാസം അതിൻ്റെ ആദ്യ ഭാഗം വിശദീകരിച്ചു. കേൾക്കുന്നില്ലേ? ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയാണ് ഇന്ന്. തുടങ്ങുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് അനന്തരം കിട്ടാനുള്ള കാരണങ്ങൾ, അത് പറയുന്ന ഭാഗമാണ് തുടങ്ങേണ്ടത്. ബാബു അസ്ബാബിൽ മീറാത്ത്. അസ്ബാബു മീറാത്തിൽ വറാ സലാസ കുല്ലുൻ യുഫീദു റബ്ബഹുൽ വിറാസ وهي نكاه وولاه ونسب ما بعدهن للموارث سبب. أسباب ميراث الوراء ثلاثة. ഒരാളിൽ നിന്നും മറ്റൊരാൾ അനന്തരമെടുക്കുന്ന കാരണങ്ങൾ മൂന്നെണ്ണമാകുന്നു. കുല്ലുൻ യുഫീദു റബ്ബഹു അൽ വിറാസ. ആ മൂന്നാലൊരു കാര്യം ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് അനന്തരമെടുക്കേണ്ട ആ ഒരു കാര്യം നേടിക്കൊടുക്കും. വഹിയ, അതൊന്ന് നിക്കാഹുൻ, വിവാഹബന്ധമാണ്, വിവാഹബന്ധം. രണ്ടാമത്തത് വലാഉൻ, വലാ ബന്ധം. മൂന്ന് വനസബുൻ, കുടുംബബന്ധം. ഈ മൂന്ന് ബന്ധങ്ങളാണ്, ഈ മൂന്ന് ബന്ധങ്ങളിലൂടെയാണ് ഒരാൾക്ക് മറ്റൊരാളിൽ നിന്നും അനന്തരമെടുക്കാൻ കഴിയുന്നത്. മാ ബഅദഹുന്ന ലിൽ മവാരീസി സബബുൻ. ഈ മൂന്നല്ലാത്ത വേറൊരു ബന്ധം മീറാസ് കിട്ടാൻ, അനന്തരം കിട്ടാൻ ഇല്ല എന്നുള്ളതാണ് മുസന്നിഫ് റഹിമഹുല്ല പറയുന്നത്. ഒന്നാമത്തത് നിക്കാഹ് ബന്ധം. നിക്കാഹ് ബന്ധത്തിലൂടെ, വിവാഹബന്ധത്തിലൂടെ അനന്തരമെടുക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ, ഭാര്യ മരിച്ചാൽ ഭർത്താവ്. അപ്പം വിവാഹബന്ധത്തിലൂടെ അനന്തരമെടുക്കുന്നത് ഈ രണ്ട് വിഭാഗം ആൾക്കാരാണ്. ഒരാൾ മറ്റൊരാളിൽ നിന്ന് അനന്തരമെടുക്കേണ്ട വിവാഹബന്ധം, ആ നിക്കാഹ് എന്തായിരിക്കണം? സഹീഹായ നിക്കാഹായിരിക്കണം. ശറഅ് പഠിപ്പിക്കുന്ന സഹീഹായ നിക്കാഹിലൂടെ ഉണ്ടായ ബന്ധത്തിലൂടെയാണ് അനന്തരം കിട്ടുന്നത്. ഒരാൾ വിവാഹബന്ധമില്ലാതെ ഒന്നിച്ച് ജീവിച്ചു, വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചു, മരണപ്പെട്ടു, അവർക്ക് അനന്തരമെടുക്കാൻ ശരീഅത്തിന്റെ നിയമത്തിൽ അനുവാദമില്ല. സഹീഹായ രീതിയിൽ വിവാഹം നടക്കണം, നിക്കാഹ് നടക്കണം. ആ ബന്ധം ഇല്ലാതാക്കുന്ന കാര്യമാണ് ത്വലാഖ്. നമുക്കറിയാം, ത്വലാഖ് രണ്ട് രൂപത്തിലാണ്. തിരിച്ചെടുക്കാൻ അവസരമുള്ള ത്വലാഖുണ്ട്, ത്വലാഖുൻ റജ്ഈ എന്ന് പറയും. തിരിച്ചെടുക്കാൻ അവസരമില്ലാത്ത ത്വലാഖ്, ത്വലാഖുൻ ബാഇൻ. നമ്മൾ മസ്അല മനസ്സിലാക്കേണ്ടത്, തിരിച്ചെടുക്കാൻ അവസരമുള്ള ത്വലാഖാണെങ്കിൽ ഒരാൾ ഭാര്യയെ ത്വലാഖ് ഇല്ലേ, ഒന്നാമത്തെ ത്വലാഖ്. ഭാര്യ ത്വലാഖിന് ശേഷം ഇദ്ദയിലാണ്. ഭാര്യ ഇദ്ദയിലായിരിക്കുന്ന സമയത്ത് ത്വലാഖ് ചൊല്ലിയ ആള് മരണപ്പെട്ടു. ആ ഭാര്യക്ക് എന്ത് ചെയ്യും? സ്വത്ത് കിട്ടും. തിരിച്ചെടുക്കാൻ അവസരമുള്ള ത്വലാഖാവുകയും അതേപോലെ തന്നെ ആ ത്വലാഖിന് ശേഷം ആ ഭാര്യ ഇദ്ദയിലായിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് മുൻ ഭർത്താവ് മരണപ്പെടുന്നതെങ്കിൽ ആ ഭാര്യക്ക് എന്ത് ചെയ്യാം? അനന്തരമെടുക്കാം. ഇനി തിരിച്ചെടുക്കാൻ അവസരമുള്ള ത്വലാഖാണ് ഒന്നാമത്തതും രണ്ടാമത്തതും ത്വലാഖ്. ത്വലാഖിന് ശേഷം അവളുടെ ഇദ്ദയും കഴിഞ്ഞു, അതിനുശേഷമാണ് ആ ഭർത്താവ് മരണപ്പെടുന്നതെങ്കിൽ പെണ്ണിന് അനന്തരം എടുക്കാൻ കഴിയില്ല.
അപ്പം അത് വേർതിരിച്ച് മനസ്സിലാക്കണം. തൊലാഖു റജഈ ആണെങ്കിൽ പെണ്ണ് ഇദ്ദയിലാണെങ്കിൽ അനന്തരം എടുക്കും, ഇദ്ദയിലല്ലെങ്കിൽ ഇദ്ദ കഴിയുകയാണെങ്കിൽ അനന്തരം എടുക്കൂല. ഇനി തൊലാഖുൻ ബായിനാണെങ്കിൽ അവൾക്ക് എന്തില്ല, അനന്തരമില്ല. അവൾ ഇദ്ദയിലാണെങ്കിലും ഇദ്ദ കഴിഞ്ഞാലും അനന്തരം എടുക്കാൻ കഴിയില്ല. തൊലാഖുൻ ബായി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തൊലാഖ്, 2 കഴിഞ്ഞ് മൂന്നാമത്തെ തൊലാഖും കഴിഞ്ഞു. അതുപോലെ തന്നെ ഫസ്ഖ്, ഖുൽഉ, ഈ ലിആന്, ഇതിലൂടെയൊക്കെ വിവാഹബന്ധം വേർപ്പെടുത്തിയ ആൾക്കാരാണെങ്കിൽ അതിലെന്തില്ല, അനന്തരം എടുക്കാൻ കഴിയില്ല. അതാണ് നിക്കാഹുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതിലൂടെ അനന്തരം എടുക്കുന്ന ആൾക്കാർ ഭാര്യ, ഭർത്താവ്, ഈ 2 വിഭാഗം ആൾക്കാർ. രണ്ടാമത്തത് വലാ ബന്ധം. വലാ ബന്ധം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൽ മാത്രമുള്ള ബന്ധമാണ്. ഒരാൾ ഒരടിമയെ വാങ്ങി, ആ അടിമ യജമാനൻ്റെ കീഴിൽ ജോലി എടുത്ത് ജീവിക്കുകയാണ്. അപ്പോൾ ആ യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധം അടിമ ഉടമ ബന്ധമാണ്, ജീവിച്ചിരിക്കുമ്പോഴുള്ള ബന്ധം. അങ്ങനെ ആ യജമാനൻ അടിമയെ മോചിപ്പിച്ചു. മോചിപ്പിച്ചതിന് ശേഷം ആ മോചിപ്പിക്കപ്പെട്ട അടിമയും മുൻ യജമാനനും തമ്മിലുള്ള ബന്ധത്തിനാണ് വലാ ബന്ധം എന്ന് പറയാ. മനസ്സിലായല്ലോ? വലാ ബന്ധം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലാ ബന്ധത്തിലൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് ഷഖറാൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റസൂലിന് ഹദിയായിട്ട് നൽകിയ അടിമയാണ് ഷഖറാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചു. അപ്പം ഷഖറാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ആൾക്കാരും തമ്മിലുള്ള ബന്ധം വലാ ബന്ധമാണ്. അതുപോലെ തന്നെ സയ്യിദ് സൗബാൻ റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യമനിൽ നിന്ന് കിട്ടിയ അടിമയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. റസൂൽ മോചിപ്പിച്ചു. സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലും തമ്മിലുള്ള ബന്ധത്തിനാണ് വലാ ബന്ധം എന്നറിയപ്പെടുക. അറിയപ്പെട്ട സഹാബൻ സാലിം മൗല അബി ഹുദൈഫ. അബു ഹുദൈഫ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച അടിമയാണ് സാലിം, അറിയപ്പെട്ട സഹാബിയാണ്. അപ്പോൾ അതാണ് വലാ ബന്ധം. ഈ വലാ ബന്ധത്തിലൂടെ അനന്തരമെടുക്കുന്ന ഒറ്റ വിഭാഗം ഉണ്ടാവുള്ളൂ, മോചിപ്പിച്ച ആള് അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ട അടിമ, വേറെ ആർക്കുമില്ല. മൂന്നാമത്തേതാണ് നസബ്, കുടുംബ ബന്ധം. അതിൻ്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ വലാഉ ലിമൻ അഅതഖ. ആരാണോ അടിമയെ മോചിപ്പിക്കുന്നത് അവനാണ് വലാഇൻ്റെ ബന്ധം ഉണ്ടാവുക. വല എന്ന ആ സ്ഥാനം അടിമയെ മോചിപ്പിക്കുന്ന ആൾക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയാനൊരു കാരണമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ബരീറ എന്ന അടിമയെ മോചിപ്പിച്ചു. അതൊരാൾക്ക് വാങ്ങിയതാണ്. ഒരാൾക്ക് വാങ്ങി ആ ബരീറ എന്ന അടിമ പെണ്ണിനെ ആയിഷ റളിയല്ലാഹു അൻഹ മോചിപ്പിച്ചു. പക്ഷെ ആ കച്ചവടത്തിൻ്റെ സമയത്ത്, അടിമയെ വാങ്ങുന്ന സമയത്ത്, വിൽക്കുന്നവർക്ക് അറിയാം ആയിഷ റളിയല്ലാഹു അൻഹ അടിമയെ മോചിപ്പിക്കാനാണ് വാങ്ങുന്നത്. അവരൊരു നിബന്ധന പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ കച്ചവടത്തിന് ശേഷം ബരീറ എന്ന ഈ അടിമ പെണ്ണിനെ മോചിപ്പിച്ചാൽ ആ അടിമ പെണ്ണിൻ്റെ വലാ ബന്ധം ആദ്യം വിറ്റ ആൾക്കാർക്ക് തന്നെ വേണം എന്നൊരു നിബന്ധന വെച്ചു. അങ്ങനെ പരസ്പരം തർക്കത്തിലായി. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് സംഭവം പറഞ്ഞു. ഇങ്ങനെ അവർ നിർബന്ധം പിടിക്കുന്നുണ്ട്, ഒരു നിബന്ധന വെക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിബന്ധന പരിഗണിക്കൂല. ആരാണോ അടിമയെ മോചിപ്പിക്കുന്നത് അവനായിരിക്കും വലാഇൻ്റെ ബന്ധം ഉണ്ടാവുക എന്നുള്ളത് സ്ഥാപിച്ചു. അതാണ് വലാ ബന്ധം. ഒരു ചെറിയൊരു സംഭവമുണ്ട്. ബരീറ റളിയല്ലാഹു അൻഹ അടിമയായിരിക്കെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ സഹായിക്കാൻ വരും, ഖിദ്മത്തിന് വേണ്ടിയിട്ട് വരും. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ബരീറയെ വാങ്ങുന്നത്. ബരീറയെ വാങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? മോചിപ്പിച്ചു. പക്ഷെ ബരീറക്ക് അടിമയായ ഭർത്താവുണ്ട്, മുഗീസ്. ബരീറയെ മോചിപ്പിച്ചപ്പോൾ ബരീറ സ്വതന്ത്രയായി, ഭാര്യ. ഭർത്താവ് അടിമയാണ്, മുഗീസ് വേറൊരാൾ അടിമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറ റളിയല്ലാഹു അൻഹ അവർക്ക്
തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തു. ഒന്നെങ്കിൽ ഭർത്താവായിട്ട് മുഗീസിനെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ആ ബന്ധം വേർപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതേപോലെ വേർപെട്ടു വേറെ വിവാഹം കഴിക്കാം. അനുവാദം കൊടുത്തു. ബരീറ മുഗീസിനെ വേണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ ഭർത്താവായിട്ട് ജീവിച്ച ആളാണ്. മുഗീസിനെ വേണ്ട പറഞ്ഞിട്ട് പോയി. മുഗീസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. വല്ലാതെ സങ്കടപ്പെട്ടു. ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാം, മുഗീസ് റളിയല്ലാഹു അൻഹു ബരീറയുടെ പിറകെ ഓടി, കരഞ്ഞുകൊണ്ട് ഓടി മദീനയുടെ വഴികളിലൂടെ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബ്ബാസ്, താങ്കൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ മുഗീസിന് ബരീറയോടുള്ള സ്നേഹം കണ്ടിട്ട്, ബരീറക്ക് മുഗീസിനോടുള്ള ദേഷ്യവും കണ്ടിട്ട് താങ്കൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറോട് പറഞ്ഞു, നീ മുഗീസിനെ തന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ചാൽ നിനക്ക് നല്ല കൂലി കിട്ടും. തിരിച്ച് ബരീറ ചോദിച്ചു, റസൂലെ, താങ്കൾ ഇതെന്നോട് നിർബന്ധമായിട്ട് കൽപ്പിക്കുന്നതാണോ അതല്ല മുഗീസിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ശുപാർശകനായിട്ട് വന്നതാണ്, കൽപ്പിക്കുന്നതല്ല. അപ്പം ബരീറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ റസൂൽ എനിക്ക് മുഗീസിനെ വേണ്ടാന്ന് പറഞ്ഞു. റസൂൽ അനുവാദം കൊടുത്തു, ഒഴിവാക്കാം. അതാണ് സംഭവം. ഈ ഒരു സാഹചര്യത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ വലാഉ ലിമൻ അഅതഖ എന്ന ഹദീസ് പറയുന്നത്. ആരാണോ അടിമയെ മോചിപ്പിക്കുന്നത് അവനായിരിക്കും വലാ എന്ന ബന്ധത്തിൻ്റെ സ്ഥാനമുള്ളത്. അപ്പം ഈ ഒരു ബന്ധത്തിലൂടെയും മുസ്ലിമീങ്ങൾ പരസ്പരം അനന്തരമെടുക്കും. അതിലൂടെ അനന്തരം കിട്ടുന്നത് മുഅ്തിഖും മുഅ്തഖും, മോചിപ്പിച്ച ആൾക്കും അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ട ആൾക്കാർക്കും. ഇതാണ് രണ്ടാമത്തെ ബന്ധം. ഇതിന് പരസ്പരം അനന്തരമെടുക്കുന്ന മൂന്നാമത്തതാണ് അന്നസബ്, കുടുംബബന്ധം. കുടുംബബന്ധം പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കുടുംബബന്ധത്തിലൂടെ അനന്തരമെടുക്കുന്ന ആൾക്കാർ 3 വിഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3 വിഭാഗം ആൾക്കാർ. ഒന്ന് അൽ ഉസൂൽ എന്ന് പറയും. അൽ ഉസൂൽ മയ്യത്തിൻ്റെ, മരണപ്പെട്ട ആളുടെ പിതാക്കന്മാർ, മരണപ്പെട്ട ആളുടെ പിതാവ്, ഉപ്പ, അവരുടെ ഉപ്പ, അങ്ങനെ എവിടത്തേക്കാണ് എത്താൻ പറ്റുന്ന അത്ര ആദം നബി അലൈഹി സ്വലാം വരെ എത്താൻ പറ്റും. ആർക്കാ ജീവിച്ചിരിപ്പുണ്ട് അവർക്കെല്ലാം കിട്ടും. മയ്യത്തിൻ്റെ പിതാക്കന്മാർ, അതുപോലെ തന്നെ മയ്യത്തിൻ്റെ ഉമ്മയും. ഇതാണ് അൽ ഉസൂല്. ആ ബന്ധത്തിലൂടെ അവർക്ക് ഉണ്ടാക്കും കിട്ടും. രണ്ടാമത്തേത് അൽ ഫുറൂ, മരണപ്പെട്ട ആളുടെ മക്കള്. ആൺമക്കളുടെ മക്കള് അവർക്ക് കിട്ടും, അതുപോലെ തന്നെ പെൺമക്കളും. അതാണ് അൽ ഫുറൂ, രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തത് അൽ ഹവാഷി. ഇവിടെ തന്നെ വേർതിരിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്നാൽ അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കണക്കുകൾ പരസ്പരം യോജിപ്പിക്കാൻ കഴിയുള്ളൂ. അവിടെ ഇത്ര വിശദീകരിച്ച് പറഞ്ഞിരുന്നത്. അൽ ഉസൂല് പിതാക്കന്മാർ, ഉമ്മ ഉപ്പ, അങ്ങനെ പോകും മുകളിലോട്ട്. അൽ ഫുറൂ എന്ന് പറഞ്ഞാൽ താഴോട്ട്, മക്കളുടെ മക്കള്. മൂന്നാമത്തെ വിഭാഗം അൽ ഹവാഷി. ഹവാഷി എന്ന് പറയുമ്പോൾ മരണപ്പെട്ട ആളുടെ ഉപ്പയിലൂടെയും ഉമ്മയിലൂടെയും ബന്ധം വെക്കുന്ന ആൾക്കാർ. മരണപ്പെട്ട ആളുടെ ഉപ്പയിലൂടെയും ഉമ്മയിലൂടെയും മയ്യത്തുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്കാണ് ഹവാഷി എന്ന് പറയുക. അത് ആരൊക്കെ വരും? മരിച്ച ആളുടെ സഹോദരന്മാർ, ഉപ്പയിലൂടെയല്ല ബന്ധം. അതുപോലെ തന്നെ ഉമ്മയുടെ മറ്റുള്ള മക്കളും, അതുപോലെ തന്നെ ഉപ്പാൻ്റെ സഹോദരന്മാർ, മയ്യത്തിൻ്റെ ഉപ്പാൻ്റെ സഹോദരന്മാർ, അവരുടെ മക്കൾ, അതുപോലെ തന്നെ മയ്യത്തിൻ്റെ സഹോദരന്മാർ, അവരുടെ മക്കൾ. ഇവരാണ് അൽ ഹവാഷിയിൽപ്പെടുക. അപ്പം നസബ്, കുടുംബ ബന്ധത്തിലൂടെ അനന്തരമെടുക്കുന്ന ആൾക്കാർ 3 വിഭാഗം ആൾക്കാരാണ്. ഒന്ന് അൽ ഉസൂല്, 2 അൽ ഫുറൂ, 3 അൽ ഹവാഷി. ഈ 3 വിഭാഗം ആൾക്കാർ. ഇതാണ് നമ്മളെ റഹബി റഹിമഹുല്ല പറഞ്ഞ 3 വിഭാഗം ആൾക്കാർ. ഇതിൽ ഇജ്മാ ആണ്, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നാലാമത്തൊരു കാരണം, പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുള്ളൊരു വിഷയമാണ് ബൈത്തുൽ മാൽ. ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ആരുമില്ല. അപ്പം ആ നാട്ടിൽ ബൈത്തുൽ മാൽ എന്ന വ്യവസ്ഥത ഉണ്ടെങ്കിൽ ആ സ്വത്ത് എടുത്തേക്ക് പോവും. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെൻറ് കീഴിലുള്ള പൈസ ശേഖരിക്കുന്ന സ്ഥലം. ആ ബൈത്തുൽ മാലിലേക്ക് പോകുമെന്നുള്ളത് ഇമാം ഷാഫി റഹിമഹുല്ല, അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ല, ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ബൈത്തുൽ മാൽ എന്ന വ്യവസ്ഥ ഉണ്ടെങ്കിൽ അത് നാലാമത്തെ ഒരു കാരണമായിട്ട് പരിഗണിക്കും. പക്ഷേ ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും
അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബൈത്തുൽ മാൽ നാലാമത്തെ ഒരു സബബായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു 4 വരി ബൈത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. അഥവാ ഒരാൾക്ക് മറ്റൊരാളിൽ നിന്നും അനന്തരം കിട്ടാനുള്ള 3 ബന്ധങ്ങൾ, ഈ ബന്ധത്തിലൂടെയാണ് അനന്തരം കിട്ടുക. അത് കുറച്ച് വിശാലമായിട്ട് പഠിക്കേണ്ടത് ആ മൂന്നാമത് പറഞ്ഞ നസബാണ്, കുടുംബ ബന്ധമാണ്. അതാണ് അധികമായിട്ടും നമ്മൾക്ക് വരിക. മറ്റു 2 ബന്ധങ്ങൾ വളരെ കുറച്ചാണ്, അതിലൂടെ കിട്ടുന്ന ആൾക്കാരും വളരെ കുറവാണ്. അടുത്തത് ബാബു മവാനിഇൽ ഇർസ് ويمنع الشخص من الميراث واحدة من علل 3 رق وقتل واختلاف دينه فافهم فليس الشك كاليقين. അടുത്ത ബാബ് മവാനിഉൽ ഇർസ്. നമ്മളിപ്പം പറഞ്ഞത് അനന്തരം കിട്ടുന്ന ആൾക്കാരാണ്. അടുത്ത ബാബിൽ ഈ 3-4 ബന്ധത്തിലൂടെ അനന്തരം കിട്ടുന്നവരായിരിക്കും, പക്ഷെ ചില കാരണങ്ങളിലൂടെ അവർക്ക് അനന്തരം തടയപ്പെടുന്ന ആൾക്കാർ. വയംനഉ ശഖ്സ, ഒരു വ്യക്തിയെ തടയും, മിനൽ മീറാസി, മരണപ്പെട്ട ആളിൽ നിന്നും അനന്തരം എടുക്കുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ തടയും. വാഹിദത്തുൻ മിൻ ഇലലിൻ 3, ഈ പറയപ്പെടുന്ന 3-4 കാര്യങ്ങൾ, 3 ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ അനന്തരം കിട്ടാതിരിക്കും. ഒന്നെന്താണ്? റിഖുൻ, അടിമത്തം. ഒന്നുകിൽ മരിച്ചാൽ അടിമയാവുക, അല്ലെങ്കിൽ അവൻ്റെ കുടുംബപരമായിട്ട് ജീവിക്കുന്ന അടിമകൾ ഉണ്ടാവുക. രണ്ടാമത്തത് ഖത്ലുൻ, അനന്തരം എടുക്കുന്ന ആള് ആരുടെ അനന്തരമാണോ എടുക്കുന്നത് അവനെ കൊല്ലുക. മൂന്നാമത്തത് വഖ്തിലാഫു ദീൻ, ദീൻ മാറുക, വേറെ മതത്തിലാവുക. പക്ഷെ അത് വിശദീകരിക്കും ഓരോന്നായിട്ട്. ഫഫ്ഹം, നീ മനസ്സിലാക്കുക, ഫലൈസ ശക്കു കൽ യഖീനി, ഒരിക്കലും സംശയം എന്തല്ല യഖീൻ പോലെയല്ല, നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് സംശയം പോലെയല്ല. അത് അദ്ദേഹം ബൈത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറഞ്ഞ വാക്കാണ്. ഇതിൽ 3 കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നത്. ഒരാൾക്ക് മറ്റൊരാളിൽ നിന്നും അനന്തരം കിട്ടുന്നത് തടയുന്ന 3 കാര്യങ്ങൾ. ഒന്ന് അടിമത്തം. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ട്. ആ മകൻ മറ്റൊരാളുടെ അടിമയാണ്. അങ്ങനെ എന്തില്ല, ആ മകന് ഈ പിതാവിൽ നിന്ന് സ്വത്തെടുക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ആ മകൻ വേറൊരാളുടെ സ്വത്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ. നേരെ തിരിച്ചും, ഒരു മകൻ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ പിതാവ് മറ്റൊരാളുടെ അടിമയാണ്, എന്ത് ചെയ്യാൻ പറ്റൂല, ആ പിതാവിന് ഈ മകൻ്റെ സ്വത്ത് കിട്ടൂല. അപ്പം അടിമത്തം എന്നുള്ളത് അനന്തര സ്വത്ത് എടുക്കുന്നതിൽ നിന്നും തടയും. രണ്ടാമത്തത് വഖത്ലുൻ, കൊലപാതകം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ്. സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പാനെ കൊല്ലുക, വയസ്സായ ആളെ വിഷം കൊടുത്ത് കൊല്ലുക, കുറെ കേൾക്കുന്നതാണ്. അഥവാ സ്വത്ത് ആഗ്രഹിച്ചുകൊണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, തെറ്റായ രീതിയിലൂടെ അതിൻ്റെ മാർഗം സ്വീകരിക്കുക, അതാണ് ഖത്ല്. ഇപ്പോൾ ഒരാൾ ആരിൽ നിന്നാണ് അനന്തരം കിട്ടേണ്ടത്, ഓനെന്ത് ചെയ്തു, പെട്ടെന്ന് കൊന്നു, ആ പണം പെട്ടെന്ന്, സമ്പത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ആ കൊലപാതകത്തിലൂടെ എന്ത് ചെയ്യും, കൊന്ന ആൾ ഇന്നാളെ സ്ഥിരപ്പെട്ടാൽ അദ്ദേഹത്തിന് അനന്തരം എടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ വയസ്സായ മാതാവിനെയോ പിതാവിനെയോ കൊന്നു, പെട്ടെന്ന് തീർത്തു സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്നാളാണ് കൊന്നതെന്ന് സ്ഥിരപ്പെട്ടാൽ ആ മകൻ എന്ത് ചെയ്യില്ല, ആ പിതാവിൽ നിന്ന് സ്വത്ത് കിട്ടൂല, തടയപ്പെടും. അതിന് പണ്ഡിതന്മാർ പറയുന്നൊരു ഖായിദ, മൻ തഅജ്ജല ഖബ്ല അവാനിഹി ഊഖിബ ബിഹിർമാനിഹി. ഒരാൾക്ക് കിട്ടേണ്ട അവകാശമാണ്, ആ പിതാവിൽ നിന്ന് സ്വത്ത് എനിക്ക് കിട്ടേണ്ട അവകാശമാണ്. പക്ഷെ എന്ത് ചെയ്തു, ഓൻ അതിൻ്റെ സമയമാകുന്നതിൻ്റെ മുമ്പ് ധൃതി കാണിച്ചു. അതിൻ്റെ ശിക്ഷ എന്താണ്? ഊഖിബ ബിഹിർമാനിഹി, എന്താണോ ആഗ്രഹിച്ചത് കിട്ടേണ്ടത് അത് തടഞ്ഞുകൊണ്ട് അവനെ ശിക്ഷിക്കും. അതൊരു ഖായിദയാണ്. അപ്പം അതിലൂടെ എന്ത് ചെയ്യും, ആരാണോ കൊന്നിട്ട് പെട്ടെന്ന് തന്നെ സ്വത്ത് കൈക്കലാക്കാൻ നോക്കുന്നത് അവർക്കത് തടയപ്പെടും. രണ്ടാമത്തത് കൊലപാതകം. മൂന്നാമത്തത് വഖ്തിലാഫുദ്ദീൻ, മതം വേറെയാവും. ഒരാൾ ഉപ്പ മുസ്ലിമാണ്, മകൻ കാഫിറായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഉപ്പാരെ സ്വത്തം തയ്യില്ല, മകന് കിട്ടൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ലിൽ ലാ യരിസുൽ മുസ്ലിമു അൽ കാഫിറ വലൽ കാഫിറു അൽ മുസ്ലിമ. ഒരിക്കലും ഒരു മുസ്ലിമായ ഒരാൾ കാഫിറിനെ അനന്തരം എടുക്കൂല, അതുപോലെ തന്നെ കാഫിറായ ഒരാൾ മുസ്ലിമിനെയും അനന്തരം എടുക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വത്ത് പോകൂല.
ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ട്. ഒരാൾ കാഫിറാണ്, മറ്റൊരാൾ മുസ്ലിമാണ്. ആ മുസ്ലിമായ മകന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? സ്വത്തുണ്ടാവുള്ളൂ. കാഫിറിന് സ്വത്ത് അനന്തരമായിട്ട് പോകൂല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, 2 മസാലകൾ, ഒന്ന് അനന്തരം കിട്ടാനുള്ള കാരണങ്ങൾ 3 എണ്ണം, അനന്തരം തടയപ്പെടാനുള്ള കാരണങ്ങൾ 3 എണ്ണം. باب الوارثين من الرجال والوارثون في الرجال 10 أسماؤهم معروفة مشتهرة. അടുത്ത ബാബിൽ പറയുന്നത്, ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ അനന്തരമെടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ആർക്കൊക്കെയാണ് അനന്തരം കിട്ടുക ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ? അതാണ് ഇനി പറയുന്നത്. വൽ വാരിസൂന മിനർ റിജാലി, ആണുങ്ങളിൽ നിന്നും അനന്തരമെടുക്കുന്ന ആൾക്കാർ 10 10 ആൾക്കാരാണ്. 10 ആൾക്കാർക്കാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അനന്തരം കിട്ടാൻ അർഹതപ്പെട്ടവർ. അസ്മാഉഹും മഅറൂഫത്തുൻ മുസ്തഹിറ, അവരുടെ പേരുകൾ അറിയപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് അൽ ഇബ്നു, മകൻ. വബ്നുൽ ഇബ്നി, രണ്ടാമത്തത് മകൻ്റെ മകൻ. ഒന്ന് ഇബ്ന്, 2 മകൻ്റെ മകൻ. ഇപ്പം ആണുങ്ങൾ മാത്രമായിട്ടോ പറയുന്നത്. മകൻ്റെ മകൻ. മഹ്മാ നസല, അത് എത്ര താഴോട്ട് പോയാലും. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ 5ാമത്തെ തലമുറ ആൺമക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വത്ത് അവർക്ക് കിട്ടും, അത് എത്ര താഴോട്ടാണെങ്കിലും. ഇപ്പോൾ 2 ആൾക്കാരായി. ഇബ്ന്, ഇബ്നുൽ ഇബ്ൻ, മകനും മകൻ്റെ മകനും. 3ാമത്തത് വൽ അബു, ഉപ്പ. 3ാമത്തെ ആൾക്കാർ ഉപ്പ. 4ാമത്തത് വൽ ജദ്ദു ലഹു, വൽ ജദ്ദു ലഹു. ജദ് എന്ന് പറഞ്ഞാൽ ഉപ്പപ്പ, മയ്യത്തിൻ്റെ ഉപ്പാരുപ്പ. മയ്യത്തിൻ്റെ ഉമ്മാരുപ്പാക്ക് എന്തെയില്ല, സ്വത്ത് കിട്ടൂല. അതാണ് അദ്ദേഹം ലഹു എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. വൽ ജദ്ദു ലഹു, അഥവാ ഉപ്പാൻ്റെ ഉപ്പ. ഒരു കായികയുണ്ട്, കുല്ലു ദകരിൻ യുദ്ലി ബി ഉൻസ ലാ യരിസ്. കുല്ലു ദകരിൻ യുദ്ലി ബി ഉൻസ ലാ യരിസ്. മയ്യത്തുമായിട്ട് പെണ്ണിലൂടെ ബന്ധം വെക്കുന്ന ആണുങ്ങൾക്ക് എന്തെയില്ല, സ്വത്ത് കിട്ടൂല. മയ്യത്തിന് പെണ്ണിലൂടെ മയ്യത്തുമായിട്ട് ബന്ധം വെക്കുന്ന ഒരാണിന് സ്വത്ത് കിട്ടൂല. ഇപ്പം മയ്യത്തിൻ്റെ ഉപ്പാരുമ്മ, ആ ഉപ്പാരുമ്മക്ക് മയ്യത്തുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ? ഉമ്മയിലൂടെ അല്ലേ? അപ്പം നടുക്ക് പെണ്ണ് വന്നു, 2 ആണിൻ്റെ ഇടയിൽ ഒരു പെണ്ണ് വന്നു. ആ ആൾക്ക് എന്തെയില്ല, ജദ്ദിന് എന്തെയില്ല, സ്വത്ത് കിട്ടൂല. പക്ഷെ ഉമ്മയൊത്ത സഹോദരൻ, അവർ ഈ കായികയിൽ നിന്ന് പുറത്താണ്. ഉമ്മയൊത്ത സഹോദരൻ എന്ത് ചെയ്യും? സ്വത്ത് കിട്ടും. അത് വിശദീകരിക്കാം. ഇപ്പം 4 ആൾക്കാരായി. ഇബ്ന്, മകൻ, മകൻ്റെ മകൻ, ഉപ്പ, ഉപ്പാരുപ്പ. 5ാമത്തത് വൽ അഖു മിൻ അയ്യിൽ ജിഹാതി കാന, സഹോദരന്മാർ. അതേത് രീതിയിലുള്ള സഹോദരന്മാരാണെങ്കിലും. നമുക്ക് ഒരു മനുഷ്യന് 3 രീതിയിലാണ് സഹോദരന്മാരുണ്ടാവുക. ഒന്ന് ഉപ്പയും ഉമ്മയും യോജിച്ച സഹോദരൻ, 2 ആൾക്കാരുടെ ഉപ്പയും ഒന്നായിരിക്കും. 2ാമത്തത് ഉപ്പയിലൂടെ മാത്രം ബന്ധമുള്ള സഹോദരൻ, 2 ആൾക്കാരുടെ ഉപ്പ ഒന്നായിരിക്കും, പക്ഷെ ഉമ്മ വേറെ വേറെ ആയിരിക്കും. 3ാമത്തത് ഉമ്മയിലൂടെ മാത്രം ബന്ധമുള്ള സഹോദരൻ, 2 ആൾക്കാരുടെ ഉമ്മ ഒന്നായിരിക്കും, പക്ഷെ ഉപ്പ വേറെ വേറെ ആയിരിക്കും. അതാണ് മിൻ അയ്യിൽ ജിഹാതി കാന. ഏത് രൂപത്തിലുള്ള സഹോദരനാണെങ്കിലും അവർക്ക് എന്തുണ്ട്? സ്വത്തിന് അവകാശമുണ്ട്. ഇപ്പം എത്രയായി? 5. ഖദ് അൻസലല്ലാഹു ബിഹിൽ ഖുർആന, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കണക്കുകൾ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാഇന്റെ 11-12 ആയത്തുകളിൽ വിശാലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. 6ാമത്തത് വബ്നുൽ അഖിൽ മുദ്ലി ഇലൈഹി ബിൽ അബി, വബ്നുൽ അഖ്, സഹോദരന്റെ മകൻ, അൽ മുദ്ലി ഇലൈഹി ബിൽ അബ്, ഉപ്പയിലൂടെ ബന്ധം വെക്കുന്ന സഹോദരന്മാരുടെ മക്കള്. ഉപ്പയിലൂടെ ബന്ധമുള്ള സഹോദരന്മാരാരാ? നേരത്തെ പറഞ്ഞ 3 ആൾക്കാരിൽ 2 ആൾക്കാർ, 3 സഹോദരന്മാർ പറഞ്ഞല്ലോ. ഒന്ന് ഉപ്പയും ഉമ്മയും ബന്ധമുള്ള സഹോദരൻ, 2
ഉപ്പയുടെ മാത്രം ബന്ധമുള്ള സഹോദരൻ. 3 ഉമ്മയിലൂടെ മാത്രം ബന്ധമുള്ള സഹോദരൻ. ഇവിടെ ഏത് സഹോദരൻ്റെ മക്കൾക്കാണ് സ്വത്തിന് അവകാശമുള്ളത്? ഉപ്പയിലൂടെയും ഉമ്മയിലൂടെയും ബന്ധമുള്ള സഹോദരൻ്റെ മകന് സ്വത്തിന് അവകാശമുണ്ട്. അതുപോലെ തന്നെ ഉപ്പയിലൂടെ മാത്രം ബന്ധമുള്ള സഹോദരൻ്റെ മകനും സ്വത്തിന് അവകാശമുണ്ട്. ആരോ ഒഴിവായത്? ഉമ്മയിലൂടെ മാത്രം ബന്ധമുള്ള മകന് സ്വത്തിന് അവകാശമില്ല. അപ്പോൾ 3 തരം സഹോദരന്മാരുണ്ട്. അതിൽ 2 തരം സഹോദരന്മാരുടെ മക്കൾക്ക് എന്തുണ്ടാവുള്ളൂ? സ്വത്തുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അവിടെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, സഹോദരൻ്റെ മകൾക്ക് സ്വത്തുണ്ടാകൂല. വബ്നുൽ അഖി എന്നല്ല പറഞ്ഞത്, വബ്നുൽ അഖി, സഹോദരൻ്റെ മകൻ. സഹോദരൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ആര് പുറത്തുപോയി? സഹോദരൻ്റെ മകള് പുറത്തുപോയി. മകൾക്ക് എന്തില്ല? സ്വത്തുണ്ടാവില്ല. ഫസ്മഅ മഖാലൻ ലൈസ ബിൽ മുകദ്ദബി, കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം? ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുന്നു. 7-മത്തത് 6 ഇല്ലേ? 7-മത്തത് വൽ അമ്മു വബ്നുൽ അമ്മി മിൻ അബീഹി. വൽ അമ്മു, അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പാര സഹോദരൻ. ഉപ്പാര സഹോദരൻ, ഉപ്പാര സഹോദരൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാവും? 3 രീതിയിലുള്ള സഹോദരന്മാരുണ്ടാവും. ഉപ്പാര സഹോദരന്മാർ, ഉപ്പാക്ക് ഒരാൾക്ക് 3 രീതിയിലുള്ള സഹോദരന്മാരുണ്ട്. അതേപോലെ ഉപ്പാക്കുന്നുണ്ടാവും 3 രീതിയിലുള്ള സഹോദരന്മാരുണ്ടാവുമല്ലോ. അപ്പോൾ ഉപ്പാര ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ മയ്യത്തിൻ്റെ ആരാണ്? ഉപ്പാര ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ മയ്യത്തിനെന്താ ബന്ധം അവരായിട്ട്? അമ്മല്ലേ? മരണപ്പെട്ട ആളുടെ ഉപ്പാര സഹോദരൻ. അപ്പം ആരെ ബന്ധം എന്താ? അമ്മ. അപ്പം ഉപ്പാര അഹുൻ ഷഖീഖ്, ഉപ്പയും ഉമ്മയത്തെ സഹോദരനാണെങ്കിൽ അമ്മുൻ ഷഖീഖ്. ഇനി ഉപ്പാര ഉപ്പയൊത്ത സഹോദരനാണെങ്കിൽ അമ്മുല്ലി അബ്, ഉപ്പയൊത്ത സഹോദരൻ. പക്ഷെ അത് ഓരോന്നോരോന്ന് വിശദീകരിച്ച് വരുന്നുണ്ട്. അപ്പം ആ അമ്മിനും വബ്നുൽ അമ്മി, അവരുടെ ആൺമക്കൾക്കും. അപ്പം എത്രയായി? 8. ഫഷ്കുർ ലിദിൽ ഈജാസി വത്തംബീഹി, ഇത്രയും വിശദീകരിച്ച് ഷോർട്ടാക്കി പറഞ്ഞതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നന്ദി കാണിക്കുക എന്ന് അദ്ദേഹം പദ്യം പൂർത്തീകരിക്കുകയാണ്. അടുത്തത് വസ്സൗജു വൽ മുഅ്തിഖു ദുൽ വലാഇ. വസ്സൗജു, ഭർത്താവ്. 9-മത്തെ ആള് ഭർത്താവ്. 10-മത്തത് വൽ മുഅ്തിഖു ദുൽ വലാഇ, വലാ ബന്ധത്തിലൂടെയുള്ള അടിമ മോചിപ്പിച്ച ആള്. ഇത് ആൾക്കാർ 10 ആൾക്കാർ. ഫജുംലത്തു ദുകൂരി ഹഉലായി, ഇതാണ് പറയപ്പെട്ട ആണുങ്ങൾ. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ അനന്തരമെടുക്കുന്ന ആണുങ്ങൾ ഈ 10 ആൾക്കാരായിരിക്കും. ഇബിൻ, മകൻ, മകൻ്റെ മകൻ, ഉപ്പ, ഉപ്പാരുപ്പ, സഹോദരൻ, സഹോദരൻ്റെ മക്കൾ, ആ മക്കൾ, ഉപ്പാൻ്റെ സഹോദരൻ, ഉപ്പാൻ്റെ സഹോദരൻ്റെ ആ മക്കൾ, അതുപോലെ തന്നെ ഭർത്താവ്, മോചിപ്പിച്ച ആൾ. 10 ആൾക്കാർ. ഇത് നമുക്കൊന്ന് എന്ത് ചെയ്യുക? കുറച്ചും കൂടി വലിച്ചു നീട്ടിയാൽ 15 ആവും. കുറച്ചും കൂടി വലിച്ചു നീട്ടിയാൽ 15 ആൾക്കാരാവും. അവരുടെ മക്കളെയും എന്ത് ചെയ്യുക? കൂട്ടാം. സഹോദരന്മാരും 3 ആളായല്ലോ, സഹോദരന്മാരെ 3 ആളാക്കാം. അതുപോലെ തന്നെ അവരുടെ മക്കളെയും കൂട്ടിയാൽ ടോട്ടൽ 15 ആൾ. എന്നുവെച്ചാൽ മകൻ, മകൻ്റെ മകൻ, ഉപ്പ, ഉപ്പാരുപ്പ, ഉപ്പയും ഉമ്മയൊത്ത സഹോദരൻ, ഉപ്പയൊത്ത സഹോദരൻ, ഉമ്മയൊത്ത സഹോദരൻ, ഉപ്പയും ഉമ്മയൊത്ത സഹോദരൻ്റെ മകൻ, ഉപ്പയൊത്ത സഹോദരൻ്റെ മകൻ, ഉപ്പയും ഉമ്മയുമൊത്ത അമ്മ. 10 ആളില്ലേ? ഉപ്പയിലൊത്ത അമ്മ. ഇനി ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ്റെ അമ്മിൻ്റെ മകൻ, ഉപ്പയും ഉമ്മയും ഒത്ത, അല്ല, ഉപ്പൊത്ത അമ്മിൻ്റെ മകൻ, സൗജ്, മുഅ്തിഖ്. 15 ആൾക്കാർ. ഈ 15 ആൾക്കാർക്കാണ് എന്ത് ചെയ്യുക? സ്വത്ത് കിട്ടുക. ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടു, ഈ പറയപ്പെട്ട 15 ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. ഒരാൾ മരണപ്പെട്ടു, ഈ പറയപ്പെട്ട 15 ആൾക്കാരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആർക്കൊക്കെ സ്വത്ത് കിട്ടുക? 3 ആൾക്കാർക്ക് സ്വത്ത് കിട്ടുമല്ലോ. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, ഈ പറയപ്പെട്ട 15 ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വത്താർക്ക് കിട്ടുക? 3 ആൾക്കാർക്ക്. ആർക്കൊക്കെ? ഉപ്പാക്ക് കിട്ടും, മകന് കിട്ടും, ഭർത്താവിനും കിട്ടും.
അപ്പം മരിച്ച ആളായിരിക്കും പെണ്ണായിരിക്കും. അപ്പോൾ ഒരു പെണ്ണ് മരിച്ചാൽ ഈ 15 ആൾക്കാർ അവളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ കിട്ടുന്ന ആർക്കൊക്കെ സ്വത്ത് കിട്ടുക? 3 ആൾക്കാർക്ക്. ആരൊക്കെ? മകൻ, ഉപ്പ, ഭർത്താവ്. പക്ഷെ അതിൻ്റെ കണക്കൊക്കെ വരും, എപ്പോഴൊക്കെ കിട്ടേണ്ടത്, എപ്പോഴൊക്കെയാണ് തടയപ്പെടേണ്ടതൊക്കെ. ഇതാണ് ആണുങ്ങൾ. അപ്പോൾ ആർക്കൊക്കെ കിട്ടുക എന്നുള്ളത് പഠിച്ചു വെച്ചാൽ കണക്ക് എളുപ്പമായിരിക്കും. നമുക്ക് പെണ്ണുങ്ങളും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിർത്താം. പെണ്ണുങ്ങളെ കണക്കും കൂടി പറയാം. അപ്പോൾ 15 ആൾക്കാർ മനസ്സിലായല്ലോ. ഇനി പെണ്ണുങ്ങൾ. ബാബുൽ വാരിസാത്തി മിനൻ നിസ, പെണ്ണുങ്ങളിൽ നിന്നും അനന്തരമെടുക്കുന്നവർ. വൽ വാരിസാത്തു മിനൻ നിസാഇ സബ്ഉ, പെണ്ണുങ്ങളിൽ നിന്നും അനന്തരമെടുക്കുന്നവർ 7 ആൾക്കാരാണ്. ആണുങ്ങൾ 10 പറഞ്ഞു, നമ്മളതിനെ 15 ആക്കി വിശാലമാക്കി. പെണ്ണുങ്ങൾ 7 ആൾക്കാരാണ്. നമുക്ക് എന്ത് ചെയ്യാം, വിശാലമാക്കിയാൽ 10 വരെ പോകും. അപ്പം വൽ വാരിസാത്തു മിനൻ നിസാഇ, പെണ്ണുങ്ങളിൽ നിന്നും അനന്തരമെടുക്കുന്നവർ സബ്ഉ 7 ആൾക്കാരാണ്. ലം യുഅതി ഉൻസ ഗൈറഹുന്ന ശർഉ, ഈ 7 ആൾക്കാർക്കല്ലാതെ വേറൊരു പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ശർഅ് അനന്തരം കൊടുത്തിട്ടില്ല. ഈ 7 ആൾക്കാർക്കാണ് സ്വത്ത് കിട്ടൂല അനന്തരമായിട്ട്. 1 ബിൻതുൻ, പെൺമക്കൾ. ശരിക്കും ശ്രദ്ധിച്ചു ഇതിൽ, ബിൻതുൻ പെൺമക്കൾ. വബിൻതുൽ ഇബിനി, വബിൻതുൽ ഇബിനി ആൺമക്കളുടെ പെൺമക്കൾ. അപ്പം ആർക്ക് സ്വത്ത് കിട്ടൂല? പെൺമക്കളുടെ മക്കൾക്ക് സ്വത്ത് കിട്ടൂല. പെൺമക്കളുടെ മക്കൾക്ക് സ്വത്ത് കിട്ടൂല, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. കാരണം ഒരു കവിതയുണ്ട്, ബനൂന ബനു അബ്നാഇന വ ബനാതുന വ ബനാതുന അബ്നാഹുന്ന അബ്നാഉർ റിജാലി ലബാഇദി. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ സ്വന്തം മക്കളും, നമ്മുടെ സ്വന്തം ആമക്കളും പെൺമക്കളും, അതുപോലെ തന്നെ ആമക്കളുടെ മക്കളും. പക്ഷെ പെൺമക്കളുടെ മക്കൾ ആരാണ്? വേറെ ഏതോ മക്കളല്ലേ. മക്കൾ ആരിലൊക്കെ ചേർക്കപ്പെടുക? ഭർത്താവിലേക്കാണ് ചേർക്കപ്പെടുക. അപ്പം നമ്മളെ കുടുംബം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സ്വന്തം മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ആമക്കളുടെ മക്കളും. നമ്മുടെ പെൺമക്കളുടെ മക്കൾ ആരാണ്? അബ്നാഉർ റിജാലി ലബാഇദി, ഏതോ കുടുംബത്തിൽ ആരതോ മക്കളാണ് അവർ. അപ്പം പെൺമക്കളുടെ മക്കൾക്ക് എന്തില്ല? ഇസ്ലാമിൽ സ്വത്തില്ല. അപ്പോൾ 2 എണ്ണായി. ബിൻതുൻ മക്കൾ, പെൺമക്കൾ. വ ബിൻതുൽ ഇബിനി ആൺമക്കളുടെ പെൺമക്കൾ. വ ഉമ്മുൻ മുഷ്ഫിഖ, മൂന്നാമത്തത് ഉമ്മ, സ്നേഹമുള്ള ഉമ്മ. വ സൗജത്തുൻ, നാലാമത്തത് ഭാര്യ. വ ജദ്ദത്തുൻ, അഞ്ചാമത്തത് ജദ്ദത്ത്. ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മാമ്മ. ജദ്ദത്തിന് നമുക്ക് എന്ത് ചെയ്യാം, 3 ആയി തരംതിരിക്കാൻ പറ്റും. 1 ഉപ്പയുടെ ഉമ്മ, ഉപ്പ അവരുമ്മ. അത് പെണ്ണുങ്ങൾ അങ്ങോട്ട് മുകളിലോട്ട്. ഉപ്പ മയ്യത്ത്, മയ്യത്തിൻ്റെ ഉപ്പ, മയ്യത്തിൻ്റെ ഉപ്പാരുമ്മ. പിന്നെ അവിടുന്ന് ഉമ്മ, അവരുമ്മ, 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 അതൊരു വിഭാഗം. രണ്ടാമത്തത് മയ്യത്തിൻ്റെ ഉപ്പ, മയ്യത്തിൻ്റെ ഉപ്പാരുപ്പ. അങ്ങനെ മയ്യത്തിൻ്റെ ഉപ്പാരുപ്പ, അവരുമ്മ. അങ്ങനെ 2 രീതിയിൽ എന്ത് ചെയ്യാം, ഉപ്പയിലൂടെ 2 രീതിയിലൂടെ ജദ്ദത്തിനെ എടുക്കാൻ പറ്റും. ഉമ്മയിലൂടെ ഉമ്മാരുമ്മ, ഉമ്മാരുപ്പാക്ക് സ്വത്തില്ല. ഉമ്മയിലൂടെ ഉമ്മാരുമ്മ, അതങ്ങോട്ട് പെണ്ണിനടുത്ത് അങ്ങോട്ട് ഉമ്മാരുമ്മാരുമ്മാരുമ്മ അങ്ങനെ പോകും. അപ്പോൾ ഈ 3 രീതിയിലാണ് ജദ്ദത്ത്. തിരിഞ്ഞ ഒന്ന് ബോർഡ് വേണം, ബോർഡില്ലെങ്കിൽ നടക്കില്ല. അടുത്തൊരു കണക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ഇടങ്ങാറായിരിക്കും. ജദ്ദത്തിന് 3 രീതി. ഒന്ന്, നിങ്ങൾ കണക്ക് പറയുമ്പോൾ സ്വന്തത്തിലേക്ക് ഖിയാസാക്കാൻ പാടില്ല. മയ്യത്തിനെ കാണണം മനസ്സിലിട്ട് ആ മയ്യത്തുമായിട്ട് ബന്ധം വെച്ച് നോക്കണം. മനസ്സിലായോ? ഇപ്പോൾ സ്വന്തം മയ്യത്തൊക്കെ പ്രശ്നമുണ്ട്. സ്വന്തം മയ്യത്ത് ഭാര്യ എന്ന് പറയുമ്പം ഇവൻ ഉപ്പാരുമ്മാനെ കണക്കാക്കൂ. ഇതില്ലേ ഒരു മയ്യത്തിൻ്റെ ഉമ്മാരുമ്മ, അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് അവരുമ്മ, അതൊരു ജദ്ദത്താണ്. അതവിടെ കഴിഞ്ഞു. പിന്നെ ഉപ്പയിലേക്ക് വരാം. ഉപ്പയിലേക്ക് വന്നാൽ 2 രീതിയിലാണ് ജദ്ദത്ത് ഉണ്ടാവുക. ഒന്ന് ഉപ്പാരുപ്പ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പെണ്ണുങ്ങൾ മാത്രം, അവരുമ്മ, അവരെ പെണ്ണിലോട്ട് മുകളിലോട്ട് പോകും. രണ്ടാമത്തെ രീതി എന്താണ്?
മയ്യത്തിൻ്റെ ഉപ്പ, അവരുപ്പ, ആ ഉപ്പ പോയിട്ട് അതിൻ്റെ മുകളിൽ വരുന്നൊരു പെണ്ണ്. രണ്ട് വ്യത്യാസം എന്താണ്? ഒന്ന് പെണ്ണുങ്ങളാണ് മുകളിലോട്ട് പോകുന്നത്, ഉമ്മാരുമ്മ. ഇവിടുന്നോ ഉപ്പാരുപ്പാര പോയിട്ട് അവസാനം ഒരു പെണ്ണ് വരികയാണ്, അവരുമ്മ. അങ്ങനെ ഈ രണ്ട് ജദ്ദത്ത് ബാബുൽ ജദ്ദാത്ത് പ്രത്യേക ഒരു കണക്കാണ്. അത് വരും, പ്രത്യേക ബാബിൽ തന്നെ വരും. അപ്പം എഴുതിയിട്ട് കാണിക്കാം. അപ്പം എത്ര ആളായി? ബിന്ത് മകള്, ഒബിന്തുൽ ഇബിനി മകൻ്റെ മകള്, രണ്ടായില്ലേ? 3 ഉമ്മ, 4 ഭാര്യ, 5 ജദ്ദത്ത്, 6 വൽ ഉഖ്തു മിൻ അയ്യിൽ ജിഹാതി കാനത്ത് സഹോദരി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഹോദരന്മാരെ പോലെ തന്നെ സഹോദരി എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും സഹോദരിമാർ. ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരി ഉണ്ടാവും, ഉപ്പയൊത്ത സഹോദരി ഉണ്ടാവും, ഉമ്മ മാത്രം ഒത്ത സഹോദരി ഉണ്ടാവും. ഫഹാദിഹി ഇദ്ദതുഹുന്ന ബാനത്ത്. ഇതാണ് പെണ്ണുങ്ങളുടെ എണ്ണം. എത്ര? ബിന്ത് മകള്, മകൻ്റെ മകള്, ഉമ്മ, ഭാര്യ, പിന്നെ ജദ്ദത്ത്, ഉഖ്ത്, മുഅ്തിഖത്ത് അടിമ മോചിപ്പിച്ച പെണ്ണ്. ഇപ്പം ബരീറ റളിയല്ലാഹു അൻഹക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പോലെ. ഇപ്പം ഈ 7 ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 10 ആക്കാൻ പറ്റും. അങ്ങനെ 1 ബിന്തുലിബിൻ മകൻ്റെ മകള്, ഉമ്മ സൗജത്ത്, ജദ്ദത്ത് ഉമ്മാരുമ്മയും ഉപ്പാരുമ്മയും. ഒന്നുകൂടിയില്ലേ? സഹോദരിമാരിൽ 3 ആൾക്കാർ സഹോദരിമാർ. ഏതൊക്കെ? ഉമ്മയുപ്പത്തെ സഹോദരി, ഉമ്മയത്തെ സഹോദരി, ഉപ്പത്തെ സഹോദരി, പിന്നെ മുഅ്തിഖത്ത് അടിമ മോചിപ്പിച്ച ആൾ. ഇതാണ് 10 ആൾക്കാർ. പെണ്ണുങ്ങൾക്ക് ഈ സ്വത്ത്. ഇനി ഒരാൾ മരണപ്പെട്ടപ്പോൾ ഈ പറയപ്പെട്ട 5 പെണ്ണുങ്ങൾ മാത്രം, ഈ 10 ആൾക്കാർ, ഈ 10 ആൾക്കാരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം എന്ത് ചെയ്യും? 5 ആൾക്കാർക്ക് സ്വത്ത് കിട്ടും. ഈ പറയപ്പെട്ട 10 ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 5 ആൾക്കാർക്കാണ് സ്വത്ത് കിട്ടുക. ആർക്കൊക്കെ? ബിന്തിന് കിട്ടും, മകൾക്ക് കിട്ടും, അതുപോലെ തന്നെ ഉമ്മാക്ക് കിട്ടും, സഹോദരിക്ക് കിട്ടും, ഭാര്യയ്ക്കും കിട്ടും, 5ാമതായിട്ട് മകൻ്റെ മകൾക്കും കിട്ടും. ഇനി പറയപ്പെട്ട 25 ആൾക്കാർ, ടോട്ടൽ 25 ആയില്ലേ? 15 ആണും 10 പെണ്ണും, ഇപ്പം ടോട്ടൽ 25 ആൾക്കാർ. അപ്പം ഒരു മനുഷ്യൻ മുസ്ലിമായ ഒരു വ്യക്തിയെ അനന്തരം എടുക്കുന്ന ആൾക്കാർ എത്രയായിരിക്കും? 25 ആൾക്കാർ. ആ 25 ആൾക്കാരുടെയും കണക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. ഓരോരുത്തർക്കും എപ്പോഴാണ് ഇത് കിട്ടുക, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഓരോ രൂപത്തിൽ കിട്ടും, എപ്പോഴും കിട്ടും, എങ്ങനെ കിട്ടും, അതൊക്കെ പഠിച്ച ഇൽമ മാവരിത്ത് എന്തായി? പഠിച്ചു. അതിനപ്പുറമില്ല. അപ്പം ഈ 25 ആൾക്കാരുണ്ട്. ഒരാൾ മരണപ്പെട്ടു, ഈ പറയപ്പെട്ട 25 ആൾക്കാരും ബാക്കിയുണ്ട്. 25 ഉണ്ടാവോ? ഏതെങ്കിലും 25 24 ഉണ്ടാവുമല്ലോ. സൗജത്തും ഒന്നിച്ചുണ്ടാവില്ലല്ലോ. ഒരാൾ മരണപ്പെട്ടാൽ എന്തായാലും ആളെ ഒന്നെങ്കിൽ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കൂലേ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ 24 ആൾക്കാർ. ഒരാൾ മരിച്ചാൽ ഈ ബാക്കി 24 ആൾക്കാരുണ്ടാവും, ബാക്കിയുണ്ടാവും. അപ്പോൾ അവർക്കാർക്കേ കിട്ടുക? ടോട്ടൽ 5 ആൾക്കാർക്കേ കിട്ടുള്ളൂ. 1 മകൻ, മകള്, ഉപ്പ, ഉമ്മ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. ഈ 5 ആൾക്കാർക്കേ സ്വത്തുണ്ടാവുള്ളൂ. അവർ നമ്മളുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാർ. അപ്പോൾ ഒരാൾ മരണപ്പെട്ടു, ഈ 25 ആൾക്കാർ അല്ലെങ്കിൽ 24 ആൾക്കാർ ബാക്കിയുണ്ടെങ്കിൽ സ്വത്ത് കിട്ടലാർക്കാണ്? 5 ആൾക്കാർക്ക്. മകൻ, മകള്, ഉമ്മ, ഉപ്പ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. ഇതാണ് പെണ്ണുങ്ങൾ. ഇത് നമ്മൾ പ്രത്യേകം നോക്കേണ്ടത് എന്തില്ല? പെമ്മക്കളുടെ മക്കൾക്ക് സ്വത്തില്ല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇല്ല. അതുപോലെ തന്നെ സഹോദരൻ്റെ പെൺമക്കൾ, അവർക്കും എന്തില്ല? സ്വത്തില്ല. സഹോദരന്മാരുടെ ആൺമക്കൾക്ക് കിട്ടും, പെൺമക്കൾക്ക് എന്തില്ല? കിട്ടില്ല. കാരണം എന്താണ്? ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് സഹോദരനുണ്ട്, സഹോദരൻ്റെ മകനുണ്ട്.
ആ മകന് സ്വത്തെടുത്താൽ അത് അതേ കുടുംബത്തിൽ തന്നെ കറങ്ങി നടക്കും. ആ പൈസ, ആ സമ്പത്ത് അതേ കുടുംബത്തിലായിരിക്കും. ഇനി ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഒരു സഹോദരൻ്റെ മകളുണ്ട്, ആ മകൾക്കാണ് സ്വത്ത് കിട്ടുന്നതെങ്കിലോ പിന്നെ ആ മകൾ മരിച്ച സ്വത്ത് എവിടെ പോവാ? ഭർത്താവിനും ആ ഭർത്താവിൻ്റെ മക്കൾക്കും അല്ലേ. അത് വേറൊരു കുടുംബത്തിലേക്ക് ആ സ്വത്ത് മാറും. അങ്ങനെ ഒരിക്കലും ഇസ്ലാമിൽ ഉണ്ടാവില്ല. ഒരിക്കലും ഭർത്താവ് ഭാര്യ ഈ ബന്ധത്തിലൂടെ അല്ലാതെ മറ്റൊരു കുടുംബത്തിലേക്ക് നമ്മുടെ സ്വത്ത് പോവില്ല. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇത്ര അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ സമ്പത്ത് വേറൊരാളെ കുടുംബം എന്തെയില്ല ആസ്വദിക്കാൻ കഴിയില്ല. ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, വേറെ ആരും ഉണ്ടാവില്ല. അതല്ലാതെ നമ്മുടെ കുടുംബം വിട്ട് ഒരിക്കലും എന്തെയില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ ഓഹരി വെക്കുകയാണെങ്കിൽ വേറൊരു കുടുംബത്തിലേക്ക് പോകില്ല. അതുകൊണ്ടാണ് എന്തില്ല, സഹോദരിമാരുടെ പെമ്മക്കൾക്ക് സ്വത്തില്ല, പെമ്മക്കളുടെ ആൺമക്കൾക്കും പെമ്മക്കൾക്കും എന്തില്ല, സ്വത്തില്ല. സഹോദരിമാരുടെ മക്കൾക്കേ സ്വത്തില്ല. സഹോദരൻ്റെ മകന് സ്വത്തുണ്ട്, മകൾക്ക് സ്വത്തില്ല. പക്ഷെ സഹോദരിമാരുടെ മക്കൾക്കേ സ്വത്തില്ല. കാരണം എന്താണ്? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പോകേണ്ടത് അടുത്തേക്കാണ്, സഹോദരൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലേക്കാണ് സ്വത്ത് പോവുക. അതുകൊണ്ട് അത് അവർക്കില്ല. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ സ്വത്ത് കറങ്ങി നടക്കുള്ളൂ. കുറേ സ്വത്തുണ്ടെങ്കിൽ കുറേ തലമുറകളോളം എന്ത് ചെയ്യും, ആ സ്വത്ത് ഇങ്ങനെ മാറി 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 വരും. അതാണ് ഇസ്ലാമിൻ്റെ കണക്ക്. എന്തുകൊണ്ട് അല്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ പറഞ്ഞത് 4 മസലയാണ്. ഒന്ന്, അനന്തരം കിട്ടാൻ കാരണമാകുന്ന 3 കാര്യങ്ങൾ. 2, അനന്തരം തടയപ്പെടുന്ന 3 കാരണങ്ങൾ. 4, അനന്തരം കിട്ടുന്ന ആണുങ്ങൾ. 4, അനന്തരം കിട്ടുന്ന പെണ്ണുങ്ങൾ. ഈ 4 മസലയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, അത് പഠിക്കുക, അത് മനഃപ്പാഠമാക്കി വെക്കുക. എന്നാലും എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പരിപൂർണമായി പഠിച്ച് മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.